ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ഇത്തരമരുൾ ചെയ്തു ബാലഭാവത്തെ പൂണ്ടു സത്വരം കാലും കൈയും കുടഞ്ഞു കരയുന്നോൻ. ഇന്ദ്രനീലാഭ പൂണ്ട സുന്ദരരൂപം അരവിന്ദലോചനൻ മുകുന്ദൻ പരമാനന്ദാത്മാ. ചന്ദ്രചൂടാരവിന്ദ മന്ദിര വൃന്ദാരക വൃന്ദവന്ദിതൻ ഭുവി വന്നവതാരം ചെയ്താൻ. നന്ദനുണ്ടായിതെന്നാശു കേട്ടോരു പങ്ക്തി സിന്ധരനഥ പരമാനന്ദാകുലനായാൻ. പുത്രജന്മത്തെ ചൊന്ന ഭൃത്യവർഗത്തിനെല്ലാം വസ്ത്രഭൂഷണാദ്യഖിലാർത്ഥദാനങ്ങൾ ചെയ്താൻ. പുത്രവക്ത്രാബ്ജം കണ്ടു തുഷ്ടനായി പുറപ്പെട്ടു ശുദ്ധമായി സ്നാനം ചെയ്തു ഗുരുവിൻ നിയോഗത്താൽ. ജാതകർമ്മവും ചെയ്തു ദാനവും ചെയ്തു പിന്നെ ജാതനായിതു കൈകേയീസുതൻ പിറ്റേനാളും. സുമിത്രാപുത്രന്മാരായുണ്ടായതിരുവരും അമിത്രാന്തകൻ ദശരഥനും യഥാവിധി ചെയ്തിരു ജാതകർമ്മം ബാലന്മാർക്കെല്ലാവർക്കും. പെയ്തിരു സന്തോഷം കൊണ്ട ശുക്കൾ ജനങ്ങൾക്കും. സ്വർണരത്നൗഘ വസ്ത്രഗ്രാമാദി പദാർത്ഥങ്ങൾ എണ്ണമില്ലാതോളം ദാനം ചെയ്തു ഭൂദേവനാം. വിണ്ണവർ നാട്ടിലുമുണ്ടായിതു മഹോത്സവം. കണ്ണുകളായിരവും തെളിഞ്ഞു മഹേന്ദ്രനും. സമസ്ത ലോകങ്ങളും ആത്മാവാമിവങ്ങളെ രമിച്ചിടുന്നു നിത്യമെന്നോർത്തു വസിഷ്ഠനും. ശ്യാമള നിറം പൂണ്ട കോമള കുമാരനു രാമനെന്നൊരു തിരുനാമവുമിട്ടാനല്ലോ. ഭരണനിപുണനാം കൈകേയി തനയനു ഭരതനെന്നു നാമമരുളി ചെയ്തു മുനി. ലക്ഷണാന്വിതനായ സുമിത്രാതനയനു ലക്ഷ്മണനെന്നു തന്നെ നാമവുമരുൾ ചെയ്തു. ശത്രുവൃന്ദത്തെ ഹനിച്ചിടുക നിമിത്തമായി ശത്രുഘ്നെന്നു സുമിത്രാത്മജാവരജനും. നാമധേയവും 4 പുത്രർക്കും വിധിച്ചേവം ഭൂമിപാലനും ഭാര്യമാരുമായി ആനന്ദിച്ചാൻ. സാമോദം ബാലക്രീഡാ തൽപരന്മാരാം കാലം രാമലക്ഷ്മണന്മാരും തമ്മിലൊന്നിച്ചു വാഴും. ഭരതശത്രുഘ്നന്മാരൊരുമിച്ചെല്ലാ നാളും മരുവീടുന്നു പായസാംശാനുസാരവശാൽ.
കോമളന്മാരായൊരു സോദരന്മാരുമായി ശ്യാമള നിറം പൂണ്ട ലോകാഭിരാമദേവൻ കാരുണ്യാമൃതപൂർണ പാംഗവീക്ഷണം കൊണ്ടും സാരസ്യാവ്യക്തവർണാലാപപീയൂഷം കൊണ്ടും വിശ്വമോഹനമായ രൂപസൗന്ദര്യം കൊണ്ടും നിശേഷാനന്ദപ്രദ ദേഹമാർദ്ദവം കൊണ്ടും ബന്ധുഗദന്താംബരചുംബനരസം കൊണ്ടും ബന്ധുരദന്താകുരസ്പഷ്ടഹാസാഭ കൊണ്ടും ഭൂതലസ്ഥിതപാദാജദ്വയയാനം കൊണ്ടും ചേതോ മോഹനങ്ങളാം ചേഷ്ടിതങ്ങളെ കൊണ്ടും താതനും അമ്മമാർക്കും നഗരവാസികൾക്കും പ്രീതി നൽകിനാൻ സമസ്തേന്ദ്രിയങ്ങൾക്കുമെല്ലാം ഫാലദേശാന്തേ സ്വർണാശ്വത്ഥവർണാകാരമായി മാലേയമണിഞ്ഞതിൽ പറ്റിയിടും കുരളവും അഞ്ജനമണിഞ്ഞതിമഞ്ജുളതരമായ കഞ്ചനേത്രവും കടാക്ഷാവലോകനങ്ങളും കർണാലങ്കാരമണികുണ്ടലം മിന്നീടുന്ന സ്വർണദർപ്പണ സമഗണ്ഡമണ്ഡലങ്ങളും ശാർദൂലനഖങ്ങളും വിദ്രുമമണികളും ചേർത്തുടൻ കാർത്തസ്വരമണികൾ മധ്യേ മധ്യേ കോർത്തു ചാർത്തിയിടുന്നൊരു കണ്ഠകാണ്ഡോദ്യോതവും മുത്തുമാലകൾ വനമാലകളോടും പൂണ്ട വിസ്തൃതോരസിചാർത്തും തുളസീ മാല്യങ്ങളും നിസ്തുലപ്രഭ വസ്ത്രലാഞ്ചന വിലാസവും അങ്കദങ്ങളും വലയങ്ങൾ കങ്കണങ്ങളും അങ്കുലീയങ്ങൾ കൊണ്ടു ശോഭിച്ച കരങ്ങളും കാഞ്ചന സദൃശ പീതാംബരോപരി ചാർത്തും കാഞ്ചികൾ നൂപുരങ്ങളെന്നിവ പലതരം അലങ്കാരങ്ങൾ പൂണ്ടു സോദരന്മാരോടുമൊരലങ്കാരത്തെ ചേർത്താൻ ഭൂമിദേവിക്കുനാഥൻ ഭർത്താവിനധിവാസമുണ്ടായോരയോധ്യയിൽ പൊൽത്താർമാനിനിതാനും കളിച്ചു വിളങ്ങിനാൾ ഭൂതലത്തിങ്കലെല്ലാം അന്നു തൊട്ടനുദിനം ഭൂതിയും വർദ്ധിച്ചിതു ലോകവും ആനന്ദിച്ചു. സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ തൻ്റെ ആ ദിവ്യഭാവത്തെ കൗസല്യാദേവിക്ക് കാട്ടിക്കൊടുത്തു. എന്നാൽ മറ്റുള്ളവർ കാണുന്നതിന് മുൻപേ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ ആ ഒരു ഭാവത്തിലേക്ക് വരണമെന്ന തൻ്റെ അമ്മയായ ഈ ഒരു അവതാരത്തിൽ അമ്മയായ കൗസല്യാദേവിയുടെ അഭ്യർത്ഥന മാനിച്ച് ഭഗവാൻ ആ ഒരു ബാലഭാവത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അവിടെ കൗസല്യാദേവിയെ സന്തോഷിപ്പിച്ചു എന്നാണ് ഇനി പറയുന്നത്. ഇത്തരം അരുൾ ചെയ്തു ബാലഭാവത്തെ പൂണ്ട് സത്വരം കാലും കൈയും കുടഞ്ഞ് കരയുന്നോൻ. ഇങ്ങനെ ആ സുന്ദരമായ രൂപത്തെ പറയുകയാണിനി. ഇന്ദ്രനീലാഭ, ഇന്ദ്രനീലത്തിൻ്റെ ശോഭ, ഇന്ദ്രനീലത്തിൻ്റെ നിറമാണ് ഭഗവാന്. ആ നിറത്തോടുകൂടിയ സുന്ദരരൂപൻ, അരവിന്ദലോചനൻ, താമരക്കണ്ണൻ, മുകുന്ദൻ, മോക്ഷത്തെ പ്രദാനം ചെയ്യുന്ന ആ പരമാനന്ദാത്മാ, പരമാനന്ദമൂർത്തി, ചന്ദ്രചൂഡ അരവിന്ദ മന്ദിര വൃന്ദാരക വൃന്ദ വന്ദിതൻ. ചന്ദ്രചൂഡൻ ഭഗവാൻ സാക്ഷാൽ ശിവൻ. ആ ശിവന്റെ അരവിന്ദ മന്ദിരം, ഭഗവാന്റെ ആ കൈലാസത്തിലെ വൃന്ദാരക വൃന്ദം, അവിടുത്തെ ആ ഒരു ഭൂതഗണങ്ങൾ, ഭഗവാനെ ചുറ്റും സേവിക്കുന്ന സിദ്ധന്മാർ, കൈലാസത്തിൽ പരമശിവനെ സേവിച്ചു കൊണ്ടിരിക്കുന്ന വൃന്ദാരക വൃന്ദങ്ങൾ, അവരാൽ വന്ദിക്കപ്പെടുന്ന ഭഗവാൻ,
അങ്ങനെയുള്ള ഭഗവാൻ ഭുവി ഈ ഭൂലോകത്തിൽ വന്ന് അവതാരം ചെയ്താൻ. ഇനിയാണ് ദശരഥ മഹാരാജാവ് ഇങ്ങനെ പുത്രൻ ജനിച്ചു എന്നറിയുന്നു. ഇവിടെ ആദ്യം രാമനാണ് ജനിച്ചത് എന്ന് പറഞ്ഞു. അങ്ങനെ നന്ദനൻ ഉണ്ടായി എന്ന് ഉണ്ടായതെന്നാശു പെട്ടെന്ന് കേട്ടോരു പങ്ക്തിസ്യന്തനൻ ദശരഥൻ 10 രഥങ്ങളുള്ളവൻ എന്നാണ് അർത്ഥം. പങ്ക്തിസ്യന്തനൻ അഥ പരമാനന്ദാകുലൻ ആയാൻ, സന്തോഷത്തിന്റെ അങ്ങേയറ്റത്തെ ആ ഒരു അവസ്ഥയിൽ എത്തിച്ചേർന്നു. മാത്രമല്ല പുത്രജന്മത്തെ ചൊന്ന തന്നോട് വന്നിട്ട് ഈ ഒരു സന്തോഷ വിവരം അറിയിച്ച ഭൃത്യവർഗത്തിനെല്ലാം എല്ലാവർക്കും വസ്ത്രഭൂഷണാദ്യഖില അർത്ഥദാനങ്ങൾ എന്തൊക്കെയോ ഇങ്ങനെ ദാനം ചെയ്യുകയാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടിയതൊക്കെ ദാനം ചെയ്തു എന്ന് വേണം നമ്മൾ അർത്ഥമെടുക്കാൻ. അതാണ് വസ്ത്രങ്ങൾ, ഭൂഷണങ്ങൾ, അലങ്കാര വസ്തുക്കൾ, അതുപോലെ ധനം എല്ലാം ദാനം ചെയ്തു. ഒപ്പം വന്നിട്ട് തൻ്റെ പുത്ര വക്ത്ര അബ്ജം, തൻ്റെ ആ ആദ്യത്തെ മകന്റെ വക്ത്രം, മുഖ, അബ്ജം താമര, മുഖമാകുന്ന താമര, താമരപ്പൂ പോലെ മനോഹരമായ തൻ്റെ മകനെ കണ്ട് തുഷ്ടനായി പുറപ്പെട്ടു. അത് കഴിഞ്ഞ് പോയിട്ട് ശുദ്ധമായി സ്നാനം ചെയ്ത് കുളിയൊക്കെ കഴിഞ്ഞ് ഗുരുവിൻ നിയോഗത്താൽ, ഗുരുവായ വസിഷ്ഠ മഹർഷിയുടെ ആജ്ഞ അല്ലെങ്കിൽ നിർദ്ദേശമനുസരിച്ച് ജാതകർമ്മവും ചെയ്തു. അവിടെ അപ്പോൾ തന്നെ നാമകരണങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്തു, ദാനവും ചെയ്തു. അങ്ങനെ അത് ചെയ്യാൻ വന്ന ബ്രാഹ്മണർക്കൊക്കെ ദാനവും ചെയ്തു. പിന്നെ ജാതനായതു കൈകേയി സുതൻ പിറ്റേനാളും, പിറ്റേന്ന് കൈകേയിയുടെ മകൻ ഉണ്ടായി. അത് കഴിഞ്ഞ് പിറ്റേന്ന് സുമിത്രാപുത്രന്മാരായി ഉണ്ടായതിരുവരും, സുമിത്രക്ക് 2 മക്കൾ ഉണ്ടായി. അമിത്രാന്തകൻ, അമിത്രം ശത്രുക്കൾ, ശത്രുക്കൾക്ക് അന്തകനായിരിക്കുന്ന അത്രയും പരാക്രമശാലിയായ ദശരഥനും യഥാവിധി ചെയ്തിതു ജാതകർമ്മം. ഓരോ മക്കൾ ജനിച്ചപ്പോഴും ഓരോരുത്തർക്കുമായിട്ട് അവരുടെ ആ ഒരു ജനിച്ച ഉടനെയുള്ള എല്ലാ സംസ്കാരങ്ങളും ജാതകർമ്മങ്ങൾ ബാലന്മാർക്ക് എല്ലാവർക്കും ചെയ്തു. എല്ലാവർക്കും അവരുടെ നാമകരണവും ഒക്കെ ചെയ്തു. പെയ്തിതു സന്തോഷം കൊണ്ട് അശ്രുക്കൾ, ജനങ്ങൾക്കും അവിടെയുള്ള അയോധ്യാവാസികൾക്കൊക്കെ തന്നെ ആ സന്തോഷാശ്രുക്കൾ ഒരു മഴ പോലെ പെയ്തു. അത്രയും സന്തോഷമാണ്. സന്തോഷം അടക്കി വെക്കാൻ സാധിക്കുന്നില്ല. ഒപ്പം സ്വർണ രത്നൗഘം, സ്വർണവും രത്നവും ഇതിൻ്റെയൊക്കെ ഒരു കൂട്ടം, ഔഘം എന്ന കൂട്ടം. ഒപ്പം വസ്ത്രം, ഗ്രാമാദി പദാർത്ഥങ്ങൾ, ഓരോ സ്ഥലങ്ങൾ, ഇവയൊക്കെ എണ്ണമില്ലാതോളം, എത്രയെന്നറിയില്ല അത്രയും ദാനം ചെയ്തു. ഭൂദേവന്മാർ, ബ്രാഹ്മണന്മാർ. അപ്പോൾ മക്കളുടെ ആ ഒരു ജാതകർമ്മങ്ങൾ ചെയ്യാൻ വന്ന ബ്രാഹ്മണർക്കൊക്കെ ഇഷ്ടം പോലെ സ്വത്തുക്കളും വസ്ത്രങ്ങളും എന്തൊക്കെയോ അങ്ങനെ ആ ഒരു സന്തോഷാധിക്യമാണ് ഇവിടെ കാണിക്കുന്നത്. എല്ലാം ദാനം ചെയ്തു. ഇത് മാത്രമല്ല, ഇവിടെ അയോധ്യാവാസികൾക്ക് മാത്രമല്ല, വിണ്ണവർ നാട്ടിലുമുണ്ടായതു മഹോത്സവം. വിണ്ണവരുടെ നാട് സ്വർഗലോകം. ആ സ്വർഗലോകത്തും മഹോത്സവം തന്നെയായിരുന്നു. കാരണം അവരുടെയൊക്കെ അഭ്യർത്ഥന മാനിച്ചാണ് ഇപ്പോൾ ഭഗവാൻ വന്നിരിക്കുന്നത്. ഒപ്പം കണ്ണുകൾ 1000 തെളിഞ്ഞു മഹേന്ദ്രനും. 1000 സഹസ്രനേത്രനാണ് ഇന്ദ്രൻ എന്ന് പറഞ്ഞു. അപ്പോൾ ആ 1000 കണ്ണുകളും തെളിഞ്ഞു മഹേന്ദ്രൻ. ഇന്ദ്രന് തൻ്റെ 1000 കണ്ണുകളും തെളിഞ്ഞു. അത്ര അധികം സന്തോഷം ഉണ്ടായി. ഇനി ഭഗവാന് പേരിടാൻ, രാമൻ എന്ന് പേരിടാൻ കാരണമായിട്ട് പറയുന്നു, സമസ്ത ലോകങ്ങളും ആത്മാവാം ഇവങ്കലെ രമിച്ചിടുന്നു നിത്യം. സമസ്ത ലോകങ്ങളും, എല്ലാ ജീവനും ആത്മാവായിട്ടുള്ള തൻ്റെ ഉള്ളിലെ ആ ആത്മാവിനെ തിരിച്ചറിഞ്ഞാൽ അതിൽ തന്നെ രമിക്കാൻ സാധിക്കുന്നു, അതിൽ സന്തോഷിക്കാൻ സാധിക്കുന്നു. അതാണ് ഇവങ്കലെ, ഇവനിൽ തന്നെ, ഈ
വന്നവതരിച്ച ആ ഭഗവാനിൽ തന്നെ രമിച്ചിടുന്നു. എല്ലാ ലോകങ്ങളും രമിക്കുന്നു നിത്യം എപ്പോഴും എന്നോർത്ത് അതുകൊണ്ട് വസിഷ്ഠനും ശ്യാമള നിറം പൂണ്ട കോമളകുമാരന്, ഇപ്പൊ വസിഷ്ഠ മഹർഷിയാണ് പേര് നിർദ്ദേശിക്കുന്നത്. അങ്ങനെ ശ്യാമള നിറം, നല്ല മനോഹരമായ നിറം, അവിടെയും ഇന്ദ്രനീലത്തിന്റെ നിറമാണെന്ന് പറഞ്ഞു. അപ്പം ഏകദേശം ഒരു കറുപ്പും നീലയും ഇടകലർന്ന നിറം. ഇങ്ങനെയുള്ള ആ കോമളകുമാരന് രാമൻ എന്നൊരു തിരുനാമവും ഇട്ടാനല്ലോ. എല്ലാവരെയും രമിപ്പിക്കുന്നവൻ, സന്തോഷിപ്പിക്കുന്നവൻ, ആനന്ദിപ്പിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ രാമൻ എന്ന പേര് ഭഗവാന് ഇട്ടു. ഇനി ഭരണ നിപുണനാം കൈകേയി തനയന് ഭരതനെന്ന് നാമം അരുളിച്ചെയ്തു മുനി. ഭരണ നിപുണൻ, ആ ഒരു ഭാവിയിൽ ഇവൻ നല്ലൊരു ഭരണകർത്താവാകും എന്ന ആ ഒരു ഭാവിയെ കണ്ടറിയാനുള്ള തൻ്റെ കഴിവുകൊണ്ട് വസിഷ്ഠ മഹർഷി കൈകേയി പുത്രനായ ആ കുഞ്ഞിന് ഭരതൻ എന്ന പേരും അരുളി ചെയ്തു. ലക്ഷണ അന്യുതനായ, ലക്ഷണമൊത്ത സുമിത്രാതനയന്, സുമിത്രയുടെ മകന് ലക്ഷ്മണൻ എന്ന് തന്നെ നാമവും അരുൾ ചെയ്തു. അങ്ങനെ ലക്ഷണയുക്തനായതുകൊണ്ടാണ് ലക്ഷ്മണന് ആ പേര് കൊടുത്തത്. ശത്രുവൃന്ദത്തെ ഹനിച്ചിടുക നിമിത്തമായി, ഇനി വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ അറിയാവുന്നത് കൊണ്ടാണ് ശത്രുക്കളെ, തനിക്ക് നേരെ വരുന്ന ശത്രുക്കളെയൊക്കെ ഹനിക്കുന്നവനാണ് എന്നതുകൊണ്ട് ശത്രുഘ്നനെന്ന് സുമിത്രാത്മജ അവരജനും, സുമിത്രയുടെ മക്കളിൽ അവരജൻ എന്നാൽ ഇളയവൻ, ഇളയവനായിട്ടുള്ള ശത്രുഘ്നന് ആ ഒരു പേര് കൊടുത്തു. അങ്ങനെ നാമധേയവും 4 പുത്രർക്കും വിധിച്ചേവം, ഇങ്ങനെ 4 മക്കൾക്കും പേരൊക്കെ ഇട്ടതിന് ശേഷം ഭൂമിപാലനും ഭാര്യമാരുമായി ആനന്ദിച്ചാൻ. ഭൂമിപാലകൻ രാജാവായിട്ടുള്ള ദശരഥൻ. പിന്നീട് സാമോദം ബാലക്രീഡാ തത്പരന്മാരാം കാലം രാമലക്ഷ്മണന്മാരും തമ്മിൽ ഒന്നിച്ചു വാഴും. ഭരതശത്രുഘ്നന്മാർ ഒരുമിച്ചെല്ലാ നാളും മരുവീടുന്നു പായസ അംശ അനുസാരവശാൽ. ഇവിടെ കൗസല്യാദേവിയുടെ ഒരംശമാണ് സുമിത്രക്ക് കൊടുത്തത്. അതുകൊണ്ട് സുമിത്രയുടെ ഒരു മകനായ ലക്ഷ്മണൻ എപ്പോഴും കൗസല്യയുടെ മകനായ രാമനോട് ചേർന്ന് നടക്കുന്നു. ഇതേപോലെ കൈകേയി തന്റെ പായസത്തിൽ നിന്ന് ഒരംശം കൊടുത്തതിനാൽ കൈകേയിയുടെ മകനായ ഭരതനോട് ചേർന്നാണ് എപ്പോഴും സുമിത്രയുടെ മറ്റൊരു മകനായ ശത്രുഘ്നൻ നടക്കുന്നത്. അതാണ് ഈ പായസാംശത്തിനനുസരിച്ചാണ് ഇവരുടെ പിന്നീടുള്ള കളി. 4 പേർ ഒരുമിച്ച് കളിച്ചാൽ പോലും എങ്ങനെയായാലും രാമലക്ഷ്മണന്മാർ ഒന്നിച്ചും ഭരതശത്രുഘ്നന്മാർ ഒന്നിച്ചും അങ്ങനെയാണ് വരുന്നത്. കോമളന്മാരായൊരു സോദരന്മാരുമായി ശ്യാമള നിറം പൂണ്ട ലോകാഭിരാമദേവൻ. അപ്പോൾ തൻ്റെ സുന്ദരന്മാരായിട്ടുള്ള ആ സോദരന്മാരോടുകൂടി ശ്യാമള നിറം പൂണ്ട ശ്രീരാമചന്ദ്രൻ കാരുണ്യ അമൃത പൂർണ്ണ അപാംഗവീക്ഷണം കൊണ്ടും, ഇനി ആ കൊട്ടാരത്തിലെ എല്ലാവരെയും എങ്ങനെയാണ് സന്തോഷിപ്പിച്ചത് എന്ന് പറയുകയാണ്. തൻ്റെ കാരുണ്യാമൃതപൂർണമായിട്ടുള്ള, കാരുണ്യം വഴിഞ്ഞൊഴുകുന്ന അപാംഗം, കടക്കണ്ണോട്ടം, അപാംഗ വീക്ഷണം കൊണ്ടും സാരസ്യാവ്യക്ത വർണ്ണ ആലാപ പീയൂഷം കൊണ്ടും, നല്ല അർത്ഥമുള്ള വാക്കുകൾ, അങ്ങനെ മാത്രമേ രാമൻ ഉച്ചരിക്കുകയുള്ളൂ. അതാണ് സാരസ്യാവ്യക്ത, അർത്ഥമുള്ള വാക്കുകൾ, വെറുതെ ഒരു വാക്കുപോലും പറയാതെ എന്നാൽ മറ്റുള്ളവർക്ക് രസിക്കുന്ന പോലെയുള്ള വർണ്ണ ആലാപം, ആ ഒരു സംസാരം, ആ ഒരു പീയൂഷം, അത് അമൃത തുല്യമാണ്. അത് കേൾക്കുന്നവർക്ക് അതൊരു അമൃതമാണ്. ഒപ്പം വിശ്വമോഹനമായ രൂപസൗന്ദര്യം കൊണ്ട്, വിശ്വത്തെ മുഴുവൻ മോഹിപ്പിക്കുന്ന ആ ഒരു രൂപസൗന്ദര്യം, നിശേഷ ആനന്ദപ്രദ ദേഹമാർദ്ദവം. തീർച്ചയായും കൊച്ചുകുഞ്ഞുങ്ങൾ എപ്പോഴും നല്ല മാർദ്ദവമുള്ള ശരീരമാണ്. ഇനി ബന്ധുക ദന്ത അംബര ചുംബനരസം കൊണ്ടും, ബന്ധുകം എന്നത് ഒരു ചുവന്ന നിറത്തിലുള്ള ഒരു പൂവാണ്.
അപ്പൊ ഇവിടെ ഭഗവാന്റെ ചുണ്ടിനെ കുറിച്ചാണ് പറയുന്നത്. അംബരം എന്നതും ചുവപ്പ് വസ്ത്രം അല്ലെങ്കിൽ ആ ചുവപ്പ് നിറമുള്ളത് എന്ന അർത്ഥം വരും. അപ്പോൾ അങ്ങനെയുള്ള ചുംബന രസം കൊണ്ട്, അപ്പോൾ കുഞ്ഞുങ്ങളാകുമ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ഓമനിക്കും, അവരെ ചുംബിക്കും, അവർ തിരിച്ച് ചുംബിക്കും. അങ്ങനെയുള്ള ആ ഒരു രസം കൊണ്ടും ബന്ധുരദന്ത അങ്കുര സ്പഷ്ടഹാസാഭം, ബന്ധുരമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ദന്താങ്കുരം, ആ ഒരു പല്ല്, നിരയൊത്ത പല്ലുകൾ, അതുകൊണ്ടുള്ള സ്പഷ്ടഹാസം, നല്ല പുഞ്ചിരി, അതിൻ്റെ ഒരു ആഭ പ്രകാശം അല്ലെങ്കിൽ ശോഭ കൊണ്ടും ഭൂതലസ്ഥിത പാദാബ്ജദ്വയം, ഭൂതലത്തിൽ ഭഗവാൻ നടന്നു തുടങ്ങി. അങ്ങനെ ഭൂമിയിൽ തൻ്റെ പാദം, താമര പോലെയുള്ള ആ ഒരു പാദം അവിടെ വെച്ചുകൊണ്ട് നടക്കുന്ന ആ ഒരു യാനം, ആ ഒരു നമ്മളെ ആ ഒരു നടത്തം, ആ ഒരു നടത്തം കൊണ്ടും ചേതോമോഹനങ്ങളാം ചേഷ്ടിതങ്ങളെ കൊണ്ടും, കാണുന്നവർക്ക് സ്വാഭാവികമായും കൊച്ചുകുഞ്ഞുങ്ങളുടെ കളി ഒരു രസം തന്നെയാണ്. അപ്പൊ പ്രത്യേകിച്ച് തേജസ്സുള്ള ഈ ബാലന്മാരുടെ കളികൾ അത്രയും മനോഹരമായിരിക്കും. അങ്ങനെയുള്ള തങ്ങളുടെ ചേഷ്ടകളെ കൊണ്ട് എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നു. ഇതാണ് താതനും അമ്മമാർക്കും നഗരവാസികൾക്കും പ്രീതി നൽകിനാൻ. അവരുടെ സമസ്ത ഇന്ദ്രിയങ്ങൾക്കും, അവരുടെ കണ്ണിനും, അവരുടെ അതായത് വാക്കുകൾ കൊണ്ട് ചെവിക്ക് രസം, അവരെ സ്പർശിക്കുന്നത് കൊണ്ട് അതാണ് മാർദ്ദവമുള്ള മേനിയാണ്, അങ്ങനെ സ്പർശന സുഖം, അങ്ങനെ എല്ലാ ഇന്ദ്രിയങ്ങളെയും രസിപ്പിച്ചുകൊണ്ടാണ് അവരങ്ങനെ കളിക്കുന്നത്. ഇനി ഭഗവാനെ ഒന്ന് വേറെ തന്നെ വർണ്ണിക്കുന്നു. ഫാലദേശാന്തേ, ഫാലം നെറ്റിത്തടം, ആ നെറ്റിത്തടത്തിൽ സ്വർണ അശ്വത്ഥ പർണം, സ്വർണ നിറത്തിൽ അശ്വത്ഥ പർണത്തിന്റെ, അശ്വത്ഥം അരയാൽ, അരയാലിന്റെ പർണം ഇല, അതിന്റെ ആകാരം ആകൃതിയിൽ മാലേയം അണിഞ്ഞു. മാലേയം ഇങ്ങനെ ആ ഒരു ചന്ദനക്കുറി, സ്വർണ്ണ നിറത്തിലുള്ള കുറിയൊക്കെ തൊട്ടിട്ട് അവിടെ പറ്റിയിടും കുരളവും, അതിലിങ്ങനെ ഒരു കുറുനിര അവിടെ വന്ന് പറ്റിക്കിടക്കും. കാരണം കളിച്ച് വേർക്കുമ്പോഴൊക്കെ അങ്ങനെ അവിടെ വന്ന് പറ്റിക്കിടക്കും. ഒപ്പം അഞ്ജനം അണിഞ്ഞതി അതിമഞ്ജുളതരമായ, നല്ല കൺമഷിയൊക്കെ അണിഞ്ഞ് അതിമഞ്ജുളം, അത്രയും മനോഹരമായിട്ടുള്ള കഞ്ചനേത്രം, താമര പോലെയുള്ള നേത്രം. ഒപ്പം കടാക്ഷ അവലോകനങ്ങൾ, ഭഗവാന്റെ ആ കണ്ണുകൊണ്ടുള്ള നോട്ടം തന്നെ ഒരു വല്ലാത്ത ഒരു നിർവൃത്തിയാണ്. ഇനി കർണ അലങ്കാര മണികുണ്ടലം, ഭഗവാന്റെ കർണാലങ്കാരങ്ങൾ, അതിൻ്റെ ആ ഒരു മണികുണ്ടലം, സാധാരണ മകരമത്സ്യത്തിന്റെ ആകൃതിയിലാണ് ഭഗവാന്റെ കമ്മലുകൾ ഉണ്ടാവുക. അതിൻ്റെ ആ ഒരു തിളക്കം, മിന്നുന്ന ആ ഒരു തിളക്കം കൊണ്ട് സ്വർണ ദർപ്പണ സമം, സ്വർണ വർണ്ണത്തിലുള്ള ദർപ്പണം, ഒരു കണ്ണാടിയാണോ എന്ന് തോന്നുന്ന വിധത്തിൽ, അതാണ് സമം, അതിന് തുല്യമായിട്ടുള്ള ഗണ്ഡമണ്ഡലങ്ങൾ, ഗണ്ഡം കവിൾത്തടം. അപ്പൊ ഭഗവാന്റെ ആ ഒരു കാതിലെ കമ്മലിന്റെ ആ ഒരു തിളക്കം കൊണ്ട് ഭഗവാന്റെ കവിൾത്തടവും സ്വർണവർണ്ണത്തിൽ അങ്ങനെ മിനുങ്ങുന്നു, പ്രകാശിക്കുന്നു. അപ്പോൾ അതൊരു സ്വർണം കൊണ്ടുണ്ടാക്കിയ കണ്ണാടിയാണോ എന്ന് തോന്നിപ്പോകുന്ന തരത്തിലുള്ള ഭഗവാന്റെ ആ മിനുമിനുത്ത കവിൾത്തടം. ഇനി ശാർദൂല നഖങ്ങളും വിദ്രുമമണികളും ചേർത്തുടൻ കാർത്തസ്വരമണികൾ മധ്യേ മധ്യേ കോർത്ത് ചാർത്തിയിടുന്നൊരു കണ്ഠകാണ്ഡോദ്യോതവും. ഇവിടെ ഭഗവാന്റെ കഴുത്തിലണിഞ്ഞ മാലയെ കുറിച്ച് പറയുന്നു. ശാർദൂല നഖം, പുലിനഖവും വിദ്രുമമണി, നല്ല രത്നമണികളും ചേർത്ത്, ഒപ്പം കാർത്തസ്വരമണികൾ, നല്ല കറുത്ത മുത്തുമണികൾ അല്ലെങ്കിൽ പലതരത്തിലുള്ള രത്നങ്ങളെ കൊണ്ട് ചേർത്ത, അത് മധ്യേ മധ്യേ, ഇടയിലിടയിൽ അങ്ങനെ ചേർത്ത് കോർത്ത് ചാർത്തിയിടുന്നൊരു കണ്ഠകാണ്ഡം, അവിടെ കണ്ഠത്തിന് നല്ല ഒരു മാല ഇട്ടിരിക്കുന്നു. ഇത് കൂടാതെ മുത്തുമാലകൾ വനമാലകളോടും പൂണ്ട വിസ്തൃത ഉരസി, ഉരസ് വക്ഷസ്ഥലം, ആ വിസ്തൃതമായ ഭഗവാന്റെ ആ ഒരു മാറിൽ ഈ മുത്തുമാലകളും വനമാലകളും ഒക്കെയുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ചാർത്തും തുളസി മാല്യങ്ങളും. പിന്നെ ഭഗവാന്റെ വസ്ത്രം നിസ്തുല പ്രഭ വസ്ത്ര ലാഞ്ചന വിലാസവും, ഒപ്പം നിസ്തുലമായിട്ടുള്ള പ്രഭ ചൊരിയുന്ന വസ്ത്രങ്ങൾ, ആ വസ്ത്രങ്ങളുടെ ആ ഒരു വിലാസം.
അങ്കദങ്ങളും, അങ്കദം തോൾവളകൾ, വലയങ്ങൾ, കങ്കണങ്ങൾ, കൈവളകൾ, പിന്നെ കാഞ്ചന സദൃശ പീതാംബരം, ഒരു സ്വർണം തന്നെയാണോ എന്ന് തോന്നുന്ന വിധത്തിലുള്ള പീതാംബരം, മഞ്ഞപ്പട്ട്. അതിന്റെ ഉപരി ആ മഞ്ഞപ്പട്ട് ചാർത്തിയിട്ട് അതിന്റെ മുകളിലായിട്ട് ചാർത്തും കാഞ്ചികൾ, അരഞ്ഞാണം, പിന്നെ നൂപുരങ്ങൾ, ഭഗവാന്റെ കാൽത്തളകൾ എന്നിവ പലതരം അലങ്കാരങ്ങൾ പൂണ്ടു. ഇങ്ങനെയുള്ള പലതരത്തിലുള്ള അലങ്കാരങ്ങളോട് കൂടി സോദരന്മാരോടും ഒരലങ്കാരത്തെ ചേർത്താൻ ഭൂമിദേവിക്ക് നാഥൻ. അങ്ങനെ ഈ ഭൂമിക്ക് തന്നെ ഭഗവാൻ ഒരു അലങ്കാരമായി തീർന്നു. ഇനി പറയുന്നു, ഭർത്താവിന് അധിവാസമുണ്ടായോരയോധ്യയിൽ പൊൽത്താർ മാനിനിതാനും കളിച്ചു വിളങ്ങിനാൾ. ഇവിടെ ശ്രീരാമൻ സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ അവതാരമാണ്. അപ്പൊ ആ മഹാവിഷ്ണുവിന്റെ ഭാര്യയായിട്ടുള്ള ലക്ഷ്മി ദേവി, ഭഗവാൻ എവിടെയുണ്ടോ, മഹാവിഷ്ണു എവിടെയുണ്ടോ അവിടെ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യമുണ്ടാകും. അപ്പോ ഇവിടെ മഹാവിഷ്ണു വന്ന് അയോധ്യയിൽ ഇങ്ങനെ വന്ന് ജനിച്ചപ്പോൾ അതാണ് പറയുന്നത്, ഭർത്താവിന് അധിവാസമുണ്ടായ, തന്റെ ഭർത്താവായിട്ടുള്ള മഹാവിഷ്ണു വന്ന് ജനിച്ച ആ അയോധ്യയിൽ പൊൽത്താർ മാനിനി ലക്ഷ്മി ദേവി താനും കളിച്ചു വിളങ്ങിനാൾ. ആ ദേവിയുടെ ആ ഒരു സാന്നിധ്യം ഉണ്ടാവുക എന്ന് വെച്ചാൽ ഐശ്വര്യം നിറയുക എന്നർത്ഥം. അങ്ങനെ ഭൂതലത്തിങ്കലെല്ലാം അന്ന് തൊട്ട് അനുദിനം, എല്ലാ ദിവസവും ഓരോ ദിവസം കൂടുന്തോറും ഐശ്വര്യം വർദ്ധിക്കുന്നു എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ ഉള്ളിൽ അത്രയും സന്തോഷമുണ്ടാകുന്നു. അതാണ് ഐശ്വര്യം വർദ്ധിക്കുന്നതിന്റെ ഒരു ലക്ഷണം. അങ്ങനെ ഭൂതിയും വർദ്ധിച്ചിതു, ഭൂതി ഐശ്വര്യം. അങ്ങനെ ഭൂതിയും വർദ്ധിച്ചിതു, ലോകവും ആനന്ദിച്ചു. ഈ ലോകം മുഴുവൻ എന്തെന്നില്ലാത്തൊരു ആനന്ദ അനുഭൂതിയിൽ അങ്ങനെ അവരുടെ ദിവസങ്ങൾ പെട്ടെന്നങ്ങനെ മറഞ്ഞു പോവുകയാണ്. ഓരോ ദിവസവും പോകുന്നതേ അവരാരും അറിയുന്നില്ല. അത്രയും സന്തോഷത്തോടെ അയോധ്യാവാസികളും രാജാവും ദശരഥനും അമ്മമാരും എല്ലാവരും വളരെ സന്തോഷത്തോടെ അങ്ങനെ കഴിഞ്ഞു. ഓം ശ്രീരാമചന്ദ്രായ നമഃ.